ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അന്തകരനാഴി ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് വരുന്നതിന് മുമ്പേ ജോനും അവൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി വണ്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. വന്ന പാടെ അവൻ അവൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കാര്യങ്ങളിൽ ഭയങ്കര ബിസിയാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു ബീച്ചാണ്. നമ്മളൊരു 4 മണി 4:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ തട്ടുകട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡും അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പോയിട്ട്. അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ബിഗ്ലുവിൻ്റെ ഫസ്റ്റത്തെ ബീച്ച് ഡേറ്റ് ആണ് കേട്ടോ ഇത്. അവനിവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരുന്ന് ബീച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അവനിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അവസാനം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒക്കത്ത് കയറി വന്നിരിക്കുന്നുണ്ട്. പിന്നെ അവനവിടെ നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ ചില്ലടിച്ച് വെറുതെ അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പര നടന്ന് എൻജോയ് ചെയ്യാണ് കേട്ടോ. ഞാൻ അവനെ കടലിലേക്ക് കൊണ്ടുപോകുന്നു, കടൽ വെള്ളമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇങ്ങനെ നോക്കിയിരുന്ന് കാണാനായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലാണ്ട് അടുത്തേക്ക് പോകണതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്ന് വെയിൽ കൊള്ളുകയും നീന്തി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറേ നേരം അവിടെയൊക്കെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചായും ബില്ലുവിനെ ഒന്ന് ബീച്ചിലേക്ക് കാലൊന്ന് വെറുതെ നനപ്പിച്ചതാണ്. അത് മാത്രമേ ഇച്ചായന് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ ഒരു കൂട്ട നിലവിളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോക്കി നിന്ന് കാണാൻ ഇഷ്ടമുള്ളൂ. ഞങ്ങൾക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങുന്നത് ഇഷ്ടമേ അല്ലാത്ത പോലെയാണ് അവൻ കിടന്ന് കരയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇച്ചായനും ജോനും കടലിൽ കിടന്ന് കളിയും കുളിയും എന്തൊക്കെയോ ചെയ്ത് കുട്ടിയെന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനും ബില്ലും കൂടി ഓരോരത്തിരുന്ന് അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ.